ഈ ശ്രീനിവാസനെ ഇങ്ങോട്ടേക്ക് എത്തിച്ച ഡ്രൈവർ നമ്മളൊപ്പം ചേരുന്നു. ചേട്ടനാണ് ഇങ്ങോട്ടേക്ക് ഞാൻ ഇങ്ങോട്ട് എത്തിച്ചത്. അപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അപ്പോൾ പുള്ളിക്കൊട്ടും വയ്യായിരുന്നു. പുള്ളി നല്ല അവശ്യ നിലയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ഇതായതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. എങ്ങോട്ടേക്ക് പോകുമായിരുന്നു രാവിലെ? അമൃതയിലോട്ട് കൊണ്ടുപോയായിരുന്നു. അമൃത ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യാനാണ് കൊണ്ടുപോയത്. പെട്ടെന്ന് പുള്ളിക്ക് വയ്യാണ്ടായി, അസ്വസ്ഥത തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കയറ്റായിരുന്നു. എത്ര മണിയോടുകൂടി അവിടെ നിന്ന് പോകുന്നത്? ഒരു 8-10 ആയി കാണും. അവിടെ പോകുന്ന ഇവിടെ അടുത്തെത്താറായപ്പോൾ തന്നെ വയ്യാണ്ടായി? അല്ലല്ല, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളിക്ക് വയ്യാണ്ടായി. അങ്ങനെ അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് ആംബുലൻസ് സൈറനൊക്കെ ഇട്ട് പെട്ടെന്ന് വരായിരുന്നു. ഇപ്പോൾ ഡോക്ടർമാരെന്താ പറഞ്ഞു? എനിക്കറിയില്ല, ഞാൻ പുറത്തായിരുന്നു. ഇപ്പോൾ അവസ്ഥ എന്തായിരുന്നു? പുള്ളി നല്ല മോശം അവസ്ഥയായിരുന്നു. പുള്ളിയുടെ യൂറിനൊക്കെ പാസ് ചെയ്തായിരുന്നു. അങ്ങനെ മോശം അവസ്ഥയായിരുന്നു. ദാസൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. പാട്ടിയം സ്വദേശിയാണ്. ദാസേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. വളരെ വൈകാരികമായ ഒരു സമയമാണ്. ഉറ്റ സുഹൃത്ത് കൂടിയാണ്. നാടോടിക്കാറ്റിൽ ദാസനെ അവതരിപ്പിക്കുന്നത് ഞാനാണ്. എന്നെ വിട്ടിട്ട് പോയിട്ട് അപ്പം തൊട്ടൊരു വെള്ളമടിക്കും. ഞാൻ വെള്ളമടിക്കാത്ത ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ വെള്ളമടിക്കേണ്ടി വന്നു. അത്ര വിഷമത്തിലാണ് ഞാൻ. എന്നെ ജീവിക്കാൻ അനുവദിച്ച ഒരു വ്യക്തിയാണ്. നാട്ടിൽ വന്നാൽ എൻ്റെ അനിയനും ഇയാളെല്ലാം കാണാറുണ്ടായിരുന്നു. നിങ്ങളുടെ ആ സൗഹൃദമൊക്കെ തുടങ്ങുന്നത് ഇപ്പം എങ്ങനെയാണ്, എപ്പോഴാണ്? ഞങ്ങൾ അടുത്ത അവൻ്റെ വീടും എൻ്റെ വീടുമായിട്ട് 1/2 കിലോമീറ്ററിൻ്റെ വ്യത്യാസം. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വലിയൊരു വീടുണ്ട്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ പലപ്പോഴും കൽപ്പന ആർട്സ് ക്ലബിൻ്റെ അവിടെ വെച്ചിട്ട് വെള്ളരി നാടകം എന്ന് പറഞ്ഞിട്ടുള്ള അഭിനയക്കാരൻ ശ്രീനിവാസൻ, എൻ്റെ അനുജൻ മോഹൻറാം, രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ. അങ്ങനെ അവിടെ കളപ്പുംപിടീൻ്റെ അടുത്ത് വെച്ചിട്ട് പല സംഭാഷണങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു ചായപ്പൊടി ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ശ്രീനിവാസന് അധികം എൻ്റെ ചായപ്പിടിയിൽ വന്നിട്ട് ചായ കുടിക്കാറ്. ദാസൻ എന്ന കഥാപാത്രം എഴുതിയത് ദാസേട്ടനെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ശ്രീനിവാസൻ? അതേ, നാടോടിക്കാറ്റ് എൻ്റെ എഴുതിയ എന്നെ അയാളാണ്. ഈ ബാർബർ ബാലനില്ല, അതുപോലെ എന്നെ ഉദ്ദേശിച്ചിട്ട് എഴുതിയ അത് പറഞ്ഞിട്ടുണ്ട്. അത്രയും ബന്ധങ്ങളാൽ ഇവനെ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതായി കഴിഞ്ഞപ്പോൾ എപ്പോൾ കൂടുതൽ സമയം എൻ്റെ അടുത്ത് തന്നെ ചിലവഴിക്കാം. ഓൻ എന്താവശ്യമുണ്ടോ അത് ഞാൻ നിർത്തിക്കാറുണ്ട്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പോൾ താമസിച്ചെല്ലാം ഇവിടെയാണ്. അവൻ ഞങ്ങളുടെ അടുത്ത് തന്നെ ദാസിൻ്റെ കൂടെയാണ് താമസിച്ചത്. അവിടുന്നാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൗണ്ടോട് പോയതും അപ്പോഴും കഴിഞ്ഞുകൊണ്ടും മറ്റുള്ളവരുടെ അവരെ കൂടെ ചേർന്നതും പഠിച്ചതും എല്ലാം. അന്ന് നിങ്ങളുടെ ഒരു കലാപ്രവർത്തനം എങ്ങനെയൊക്കെ ആയിരുന്നു? ഇവിടുത്തെ ഒരു നാടക പ്രവർത്തനവും നാടകപ്രവർത്തനം കേളപ്പൻപിടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കൽപ്പന ആർട്സ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് നാടകങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയത്. മെയിൻ ശ്രീനിവാസനായിരുന്നു.